തസ്രീഹ് മന്തിഖിന്റെ 6ാമത്തെ വീഡിയോ നമ്മൾ കണ്ടു. ഇനി അതിന്റെ തദ്രീബാത്ത്, ദലാലത്ത് എന്ന വിഷയത്തിന്റെ തദ്രീബാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ ഒരു ചാർട്ട് കാണാം, എന്നിട്ട് ബാക്കി വിഷയം ചർച്ച ചെയ്യാം. ചാർട്ട് ഇതാണ്. മുഖത്വത്വാത്തുൻ തൗലീഹിയ്യത്തുൻ, കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ചാർട്ട്. ദലാലത്ത് രണ്ടു വിധം, ലഫ്ലിയത്ത് ഗൈറു ലഫ്ലിയത്ത്. ലഫ്ലിയത്ത് 3 വിധം: അഖ്ലിയത്ത്, തുബഈയത്ത്, വദഈയത്ത്. അഖ്ലിയത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് തന്നെ മനസ്സിലാകുന്നത്. ഒരു കാര്യം കാണുമ്പോൾ ഒരു ശബ്ദം അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്, അപ്പൊ അവിടെ ഒരു ശബ്ദം ഉണ്ടാക്കുന്ന ഒരാളുണ്ട്, അഖ്ലിയത്താണ്. തുബഈയത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതിയെ ഉണ്ടാകുന്ന, ഒരാൾ നെഞ്ചുവേദന ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന ആ ഒരു, അല്ലെങ്കിൽ സങ്കടം ഉണ്ടാകുമ്പോൾ വിഷമത്തോടെ പറയുന്ന വാക്ക്, അയാൾക്ക് വിഷമം ഉണ്ടാകുന്നു, തുബഈയത്താണ്. അല്ലെങ്കിൽ ഒരാള് അതിരുവിട്ട് സംസാരിക്കുന്നു, സന്തോഷം കൊണ്ടോ ദുഃഖം കൊണ്ടോ കളവ് പറയുന്നത് കൊണ്ടോ അനാവശ്യമായിട്ട് സംസാരിക്കുന്നു, അപ്പൊ അതൊക്കെ തുബഈയത്താണ്. വദഈയത്ത് എങ്ങനെയാണ്? ഒരു വാക്ക്, ഒരാളുടെ ഒരു പേര്, ഇത് വദഈയത്താണ്, ഒരാൾ നിശ്ചയിക്കുന്ന ഇതാണ്. ആ ലഫ്ള് അത് ലഫ്ലിയത്താണ്, അതിനൊരു ലഫ്ലിയായ ദലാലത്തുണ്ട്. ഇനി അത് തന്നെ 3 വിധമുണ്ട്: മുതാബിഖിയ്യത്ത്, തളമ്മുനിയ്യത്ത്, ഇൽത്തിസാമിയ്യത്ത്. മുതാബിഖിയ്യത്ത് എന്ന് പറഞ്ഞാൽ ആ വാക്ക് പൂർണ്ണമായി അതിന്റെ അർത്ഥത്തിന്റെ മേൽ പൂർണ്ണമായി അറിയിക്കുമ്പോൾ മുതാബിഖിയ്യത്താണ്. അതിന്റെ ഒരു ഭാഗത്തിന്റെ മേൽ അറിയിക്കുമ്പോൾ, ഇപ്പൊ ഒരാളുടെ പേര്, അയാളെ, ആ വ്യക്തിയെ പൂർണ്ണമായി അറിയിക്കുന്നു, അതിന് മുതാബിഖിയ്യ എന്ന് പറയും. തളമ്മുനിയാണ്, ഞാൻ പള്ളി വൃത്തിയാക്കി എന്ന് പറയുന്നു, പള്ളിയുടെ ഫ്ലോറാണ് ഉദ്ദേശിക്കുന്നത്, അപ്പൊ അതിന്റെ ഒരു ജുസ് ആണ്, അപ്പൊ തളമ്മുനിയാണ്. ഒരു ഭാഗമാണ് ജുസ് എന്ന് പറഞ്ഞ ഭാഗം, ഒരു ഭാഗത്തിന്റെ മേലാണ് വാക്ക്. പള്ളി എന്നാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ അവിടെ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗമാണ്, ഇപ്പൊ തളമ്മുനിയാണ്. ഇൽത്തിസാമിയാണ്, ഇപ്പോ ഞാൻ പള്ളിക്ക് പെയിന്റ് അടിച്ചു എന്നാ പറയാം, പള്ളി പെയിന്റ് അടിച്ചു എന്നാ പറയുന്നത്, മിനാരാണ് പെയിന്റ് അടിച്ചത്, മിനാരം പള്ളിയിൽപ്പെട്ടതല്ല. അല്ലെങ്കിൽ ഞാൻ പള്ളിയിൽ പോയി മൂത്രമൊഴിച്ചു വന്നു എന്ന് പറയുന്നത്, അയാൾ പള്ളിയിൽ പോയോ? ഇല്ല, പള്ളിയുടെ പുറത്തുള്ള മൂത്രപ്പുരയിലാണ് പോയത്, ഇൽത്തിസാമിയ്യത്താണ്. ഇനി ലഫ്ലി അല്ലാത്തത് അഖ്ലിയ്യത്തുണ്ട്, തുബഈയത്തുണ്ട്, വദഈയത്തുണ്ട്. ലഫ്ലി അല്ലാത്തത് അഖ്ലിയ്യത്താണ്. ഇപ്പോ ഒരു സാധനം ഉരുണ്ടു വീഴുന്ന ശബ്ദം കേട്ടു, അപ്പൊ അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാകുകയാണ്. അത് എന്തല്ല, അഖ്ലിയല്ല, ലഫ്ലി അല്ല, അഖ്ലിയാണ്, ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്ന. തുബഈയത്ത് എന്ന് പറഞ്ഞാൽ നമ്മള് നേരത്തെ ഉദാഹരണത്തിൽ പറഞ്ഞല്ലോ, തുബഈയത്ത് എന്തൊക്കെയാ പറഞ്ഞത്? പൾസ്, ഒരാളുടെ പൾസ് വർദ്ധിക്കുന്നു, അപ്പൊ അയാൾക്ക് ആ രോഗം ഉണ്ട് എന്ന് അറിയിക്കുന്നതാണ്, അത് തുബഈയത്താണ്, ലഫ്ലിയത്തല്ലല്ലോ. വദഈയത്തായത് എന്തൊക്കെയാ? ലഫ്ലി അല്ലാത്ത, ഗൈറു ലഫ്ലി അല്ലാത്ത വദഈയത്ത്. ബോർഡ്, ഒരു സ്കൂളിന്റെ ബോർഡ് അവിടെ അറിയിക്കുന്നു, ലഫ്ലി അല്ല, അതേ സമയത്ത് വദഈയത്താണ്, ഒരാൾ നിശ്ചയിക്കുന്നതാണ്, നിശ്ചയിച്ചിട്ടുണ്ടായതാണ് ആശയം. ഇനി എന്താ ഇത്? നമ്മളെ ജാമിയത്തുൽ ഹിന്ദിന്റെ കിതാബാണ്. ഈ കിതാബ് ഒന്ന് വായിച്ച്, നിങ്ങൾ തന്നെ വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന വിഷയങ്ങളാണ്. അൽ അൻഷിദത്തു തദ്രീബിയ്യ, നഖ്റോ എക്സസൈസ് വർക്കുകൾ, നഖ്റോ നസ്തൗഇബ്, വായിച്ച് മനസ്സിലാക്കുക. ദലാലത്ത് 1, 2, 3, 4, 5, 6, 7, 8, 9. ദലാലത്തുല്ലത്തി യകൂനു ദാലു ഫിഹാ ലഫ്ളൻ. ദലാലത്തുല്ലത്തി യകൂനു ദാലു ഫിഹാ ലഫ്ളൻ. ലഫ്ളാണ് അതിലെ ദാല് എങ്കിൽ അതിന് ലഫ്ലിയത്ത് എന്ന് പറയും. അതായത് ഈ അറിയിക്കുന്നത് ഉച്ചരിക്കുന്നതാണെങ്കിൽ ലഫ്ലിയായ ദലാലത്ത് എന്ന് പറയും. അൽ ദലാലത്തുൽ ഗൈറു ലഫ്ലിയ, ലഫ്ലി അല്ലാത്തതെന്ന് പറഞ്ഞാൽ അദ്ദലാലത്തുല്ലത്തി യകൂനു ദാലു ഫിഹാ ഗൈറു ലഫ്ലി, വാക്ക് അല്ലാത്ത ദലാലത്താണ്. ഇപ്പൊ ബോർഡാണ്, അല്ലെങ്കിൽ ഒരു സാധനം ഉരുണ്ടു വീഴുന്ന ശബ്ദമാണ്, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അത് ലഫ്ലി അല്ലല്ലോ, അതിന് ഗൈറു ലഫ്ലി എന്ന് പറയും. അദ്ദലാലത്തുൽ വദഈയത്ത് എന്ന് പറഞ്ഞാൽ അദ്ദലാലത്തു ഒരറിയിക്കൽ, അൽ ഹാസിലത്തു ഉണ്ടായിത്തീരുന്ന, മിനൽ വദഈ ഒരാൾ നിശ്ചയിച്ചതാണ്. ആ വാക്ക്, ബോർഡ് ഒരാൾ നിശ്ചയിച്ചതാണ്, ഇവിടെയാണ് ഇന്ന സാധനം വെക്കേണ്ടത്, അത് നിശ്ചയിച്ചതാണ്. വദഈ കൊണ്ടാണെങ്കിൽ, അല്ലെങ്കിൽ ഇസ്തിലാഹ്, ഒരു സാങ്കേതികമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോ ഒരു സ്കൂളിൽ എത്തിയാൽ ഓഫീസ് ഇന്ന സ്ഥലത്താണ്, അതൊരു ഇസ്തിലാഹാണ്, ഒരു സാങ്കേതികമാണ്. അപ്പൊ ഇത്തരം സാങ്കേതികമോ അല്ലെങ്കിൽ വദഈ ആണെങ്കിൽ അദ്ദലാലത്തുൽ വദഈയ എന്ന് പറയും. അദ്ദലാലത്തു തുബഈയ എന്ന് പറഞ്ഞാലോ, അദ്ദലാലത്തുല്ലത്തി മൻശൂഹ തുബഉൽ ഇൻസാനി ഔ ആദത്തുഹു, പതിവ് കൊണ്ടോ മനുഷ്യന്റെ പ്രകൃതി കൊണ്ടോ മനസ്സിലായി തീരുന്നതാണ് ദലാലത്തു തുബഈയ എന്ന് പറയും. അദ്ദലാലത്തു അല്ലത്തി
എങ്ങനെയുള്ള ദലാലത്താണ്? മൻഷൂഹ, അതിന്റെ ഉത്ഭവം, ത്വബഉൽ ഇൻസാൻ, മനുഷ്യന്റെ പ്രകൃതമാണ്, പ്രകൃതത്തിൽ നിന്ന് മനസ്സിലായതാണ്. ഔ ആദത്തു, അല്ലെങ്കിൽ പതിവാണ്. ഇനി അദ്ദലാലത്തുൽ അഖ്ലിയ, അഖ്ലിയ ദലാലത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദലാലത്തു അറിയിക്കലാണ്. അദ്ലത്തി തൻഷൗ ബിസബബിൽ അഖ്ലി, ബുദ്ധി കൊണ്ട് മനസ്സിലാകുന്നത്, അതിന് ദലാലത്തുൽ അഖ്ലിയ എന്ന് പറയും. അഖ്ലി എന്ന് പറഞ്ഞാൽ ബുദ്ധി. അദ്ദലാലത്തുൽ മുതാബിഖിയ, ദലാലത്തുൽ ലഫ്ലി അലാ തമാമിൽ മഅനൽ മൗദൂഇ ലഹു, ഒരു വാക്കിന്റെ പൂർണ്ണ അർത്ഥത്തെ അറിയിക്കുന്നതിന് ദലാലത്തുൽ മുതാബിഖിയ എന്ന് പറയും. ദലാലത്തുൽ ലഫ്ലി, ഒരു വാക്ക് അറിയിക്കുക, അലാ തമാമിൽ മഅന, അതിന്റെ പൂർണ്ണ അർത്ഥത്തിന്റെ മേൽ, അൽ മൗദൂഇ ലഹു, അതിന് നിശ്ചയിക്കപ്പെട്ട, ആ വാക്കിന് നിശ്ചയിക്കപ്പെട്ട ആ ഒരു സെയ്ദ്, അതിന്റെ വ്യക്തിയാണ് അതിന്റെ നിശ്ചയിക്കപ്പെട്ട ആശയം. അപ്പൊ ആ പൂർണ്ണമായിട്ട് അറിയിക്കുന്നതിന് എന്ത് പറയും? മുതാബിഖിയ എന്ന് പറയും. ദലാലത്തു തദമ്മുനിയ, തദമ്മുനിയ എന്ന് പറയും എപ്പോ? ദലാലത്തുൽ ലഫ്ലി, ഒരു വാക്ക് അറിയിക്കുക, അല്ല ജുസ്ഇൽ മഅനൽ മൗദൂഇ ലഹു, അതിന് നിശ്ചയിക്കപ്പെട്ട അർത്ഥത്തിന്റെ ഒരു ഭാഗത്തിന്റെ മേൽ. പള്ളി വൃത്തിയാക്കി എന്ന് പറയുന്നു, ആ പള്ളിയുടെ ഒരു ഭാഗത്തിന്റെ മേലാണ് അറിയിക്കുന്നത്. പള്ളി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ടാണ്. പക്ഷെ അതില് പള്ളി വൃത്തിയാക്കി എന്ന് പറയുമ്പോൾ പള്ളി എന്ന് പറയുന്നത് തലാമുനിയാണ് ഉദ്ദേശിക്കുന്നത്. കാരണം ജുസ് ആണ്, ഒരു പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്, പൂർണ്ണമായിട്ട് വൃത്തിയാക്കി എന്നല്ല ഉദ്ദേശിക്കുന്നത്. അതുപോലെ പള്ളിയിൽ പോയി മൂത്രമൊഴിച്ച് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് പള്ളിയും അല്ല, പള്ളിയുടെ ജുസും അല്ല, പിന്നെ പള്ളിയുടെ പുറത്തുള്ള അതിന്റെ അനുബന്ധമാണ്. അപ്പൊ അതിനെ ദലാലത്തുൽ ഇൽത്തിസാമിയ എന്ന് പറയും. എന്താ ഇൽത്തിസാമി എന്ന് പറഞ്ഞാൽ? ദലാലത്തുൽ ലഫ്ലി, ഒരു വാക്ക് അറിയിക്കുക, അല്ല ലാസിമിൽ മാന, അതിന്റെ ആശയത്തിന്റെ അനുബന്ധത്തിന്റെ മേൽ അറിയിക്കുക, അൽ മൗദൂഇൽ, അതിന് നിശ്ചയിക്കപ്പെട്ട ആശയത്തിന്റെ അനുബന്ധത്തിന്റെ മേൽ അറിയിക്കുക. ഇനി ഇതൊക്കെ ചാർട്ടാണ്. ആ പട്ടിക ഒന്ന് വാക്ക് നോക്കി വായിച്ചാൽ തന്നെ മനസ്സിലാകാവുന്ന സിമ്പിൾ. അംസിലത്തു ദാലി വൽ മദലൂൽ, ദാല് മദലൂലുള്ള ഒരു വാക്ക്, എന്നിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക? ദാലിനെ വേറെ കൊണ്ടുവരാം, മദലൂലിനെ വേറെ കൊണ്ടുവരാം. തദുല്ലുൽ ബഅറത്തു അലൽ ബഈർ, ഒട്ടക കാഷ്ടം ഒട്ടകത്തിന്റെ മേൽ അറിയിക്കുന്നു. എന്നാൽ ഒരു ഒട്ടക ഇതിലൂടെ പോയിട്ടുണ്ട് എന്നോ അല്ലെ ഇവിടെ ഞാൻ ഉണ്ട് എന്ന് അറിയിക്കുന്നതാണ് ഒട്ടക കാഷ്ടം കണ്ടാൽ. അപ്പൊ ഈ ഒട്ടക കാഷ്ടം ദാലിലാണ്, ഒട്ടകം മദലൂലാണ്. അൽ ബഅറത്തു, ഒട്ടക കാഷ്ടം. തദുല്ലു അറിയിക്കുന്നു, അൽ ബഅറത്തു, ഒട്ടക കാഷ്ടം, അലൽ ബഈരി, ഒട്ടകത്തിന്റെ മേൽ. അൽ ബഅറത്തു ദാല്, ദാലാണ്, അറിയിക്കുന്നതാണ്. എന്തിന്റെ മേൽ അറിയിക്കുന്നു? അൽ ബഈർ, ഒട്ടകത്തിന്റെ മേൽ. അപ്പൊ ഒട്ടകം എവിടെ ഉണ്ടോ എന്ന് അറിയിക്കുന്നു. ഈ അറിഞ്ഞ ഈ ഫസ്റ്റത്തെ ഇതാണ് എന്ത്? ദാല്. അത് എന്തിന്റെ മേൽ അറിയിക്കുന്നു? അതിന് മദലൂല് എന്ന് പറയും. യദുല്ലു അസറുൽ അഖ്ദാം, കാൽപാദത്തിന്റെ അടയാളമുണ്ട്. ഒരു മണലിൽ, ഒരു ഭൂമിയിൽ കാൽപാദത്തിന്റെ അടയാളമുണ്ട്. യദുല്ലു അറിയിക്കും, അസറുൽ അഖ്ദാം, കാൽപാദങ്ങളുടെ അടയാളം, അലൽ മസീർ, ആരോ നടന്നിട്ടുണ്ട്. അപ്പൊ അസറുൽ അഖ്ദാം, കാൽപാദങ്ങളുടെ ആ അടയാളം ദാലിലാണ്. അൽ മസീർ, ആരോ നടന്നിട്ടുണ്ട് എന്നുള്ള വിഷയല്ലേ, അതിന്റെ മദലൂലാണ്. തദുല്ലു അർളുൻ ദാത്തു ഫിജാജിൻ വ ബുഹൂറുൻ, ബുഹൂറുൻ ദാത്തു അംവാജിൻ. തദുല്ലു അറിയിക്കും, അർളുൻ ഭൂമി, ദാത്തു ഫിജാജിൻ വഴികളുള്ള, ബുഹൂറുൻ സമുദ്രങ്ങൾ, ദാത്തു അംവാജിൻ തിരമാലയുള്ള സമുദ്രം, സമാവുൻ ആകാശം, ദാത്തു അബ്റാജിൻ ഒരുപാട് തട്ടുകളുള്ള, അലൽ ലത്തീഫുൽ ഖബീർ ഒരു സൂക്ഷ്മജ്ഞാനിയായ ഒരു സ്രഷ്ടാവുണ്ട് ഇതിന്റെ പിന്നിൽ എന്ന് അറിയിക്കുന്നുണ്ട്. അവിടെ അർളുൻ ദാത്തു ഫിജാജിൻ ഈ വഴികളുള്ള ഭൂമി, ബുഹൂറുൻ ദാത്തു അംവാജിൻ മൗജ് അംവാജ് തിരമാലകൾ, ബുഹൂർ എന്ന് പറഞ്ഞ സമുദ്രം, ദാത്തു അംവാജിൻ തിരമാലകളുള്ള സമുദ്രം, സമാഉൻ ദാത്തു അബ്റാജിൻ ബുർജ് അബ്റാജ് തട്ടുകൾ. അപ്പൊ തട്ടുകളുള്ള ആകാശം, ഇത് ദാലാണ്. എന്തിന്റെ മേൽ? മദ്ലൂൽ എന്താണ്? അൽ ലത്തീഫുൽ ഖബീർ സൂക്ഷ്മജ്ഞാനിയായ ഒരാൾ, ഒരു സ്രഷ്ടാവ്, ഒരു ശക്തി. അപ്പൊ ദാലില് മദ്ലൂല് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ അറിയോ? നതഅറഫു അല ദലാലത്തിൽ ലഫ്ലിയ വൽ ഗൈറുൽ ലഫ്ലിയ, ലഫ്ലിയത്തു ഗൈറുൽ ലഫ്ലിയ. ദലാലുൽ ലഫ്ലിയത്ത് എന്താണ്? ലഫ്ലുക അല്ലാഹ്, അല്ലാഹ് എന്ന നിന്റെ വാക്ക്, യദുല്ലു അലൽ മഅബൂദ് ബിൽ ഹഖ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു ശക്തി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അലാമത്തു മൾട്ടിപ്പിൾ, ഗുണിതം, ഗുണിതത്തിന്റെ അടയാളം, തദുല്ലു അലൽ ദർബി ഗുണിതത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഖസ്മ് ഹരണം, ഹരണത്തിന്റെ അടയാളം അലൽ ഖസ്മി ഹരിക്കണം എന്നറിയിക്കുന്നു. അതുപോലെ ജംഉ പ്ലസ്, പ്ലസിന്റെ അടയാളം അലൽ ജംഇ കൂട്ടണം എന്നറിയിക്കുന്നു. അതുപോലെ മൈനസ്, മൈനസിന്റെ അടയാളം എന്തിന്റെ മേൽ അറിയിക്കുന്നു? കിഴിക്കണം, മൈനസ് ചെയ്യണം, കുറക്കണം എന്നറിയിക്കും. അലത്തുറ കുറക്കുക എന്നറിയിക്കുന്നു. അപ്പോ ഒന്ന് ഇത് ലഫ്ലിയാണ്, ഇത് ലഫ്ലിയല്ല, ഗൈറുൽ ലഫ്ലിയാണ്. കാരണം ഇത് ഉച്ചരിക്കുന്നില്ലല്ലോ, ഗുണിതം ഉച്ചരിക്കുന്നില്ലല്ലോ. അതുപോലെ ഒരാൾ സങ്കടത്തോടെ അങ്ങനെ പറയുന്നു. അലന്നദം, അത് വാക്കിൻ ഒരു സങ്കടത്തിന്റെ മേലെ അറിയിക്കുന്നു, ലഫ്ലിയാണ്, ഉച്ചരിക്കുകയാണ്. അതേസമയത്ത് ഹമിറാറുൽ വജ്ഹ്, ഒരാളുടെ മുഖം അങ്ങനെ ചുവന്ന് നിൽക്കുകയാണ്. അലൽ ഹൈറത്തി, അയാൾ ആകെ പരിഭ്രാന്തനാണ് എന്നറിയിക്കും. അത്തനഹ്നു മിൻ ഖൽഫിൽ ജിദാർ, ഒരു മതിലിന്റെ അപ്പുറത്ത് നിന്ന് ഒരു ഒച്ച ഉണ്ടാക്കുന്നു.
അത് അലൽ മുത്തനഹ്നെ, ഒരാൾ ഒച്ച ഉണ്ടാക്കുന്നു, ഒരു കൂറ്റണക്കുന്ന ഒരാൾ അവിടെ ഉണ്ട് എന്ന് അറിയിക്കുന്നു, വാചികമാണ്, ലഫ്ലിയാണ്. തൊർക്കുൽ ബാബ്, ഒരാൾ വാതിലിന് മുട്ടും, അല വുജൂദി ത്വാരിഖ്, അവിടെ മുട്ടുന്ന ഒരാളുണ്ട് എന്ന് അറിയിക്കുന്നു, ഇത് ഒയറു ലഫ്ലിയാണ്. ലഫ്ലി മനസ്സിലായി, ഒയറു ലഫ്ലി മനസ്സിലായി. ഇനി എന്താണ് മനസ്സിലാക്കുന്നത്? തഅറഫു അല അൻവാഇ ദലാലത്തിൽ ലഫ്ലിയ, ലഫ്ലിയായ ദലാലത്തിന്റെ ഇനങ്ങൾ, വദഇയ്യ്, തുബഈയ്, അഖ്ലിയ്യ്. വദഇയ്യത്ത്, തുബഈയത്ത്, അഖ്ലിയ്യത്ത്, ഇങ്ങനെ 3 തരം ദലാലത്താണ് ഉള്ളത്. അതാണ് പരിചയപ്പെടുന്നത്. ലഫ്ലുക ടൊയോട്ട, ടൊയോട്ട, ടൊയോട്ട എന്ന വാക്ക് അല ശരിക്കത്തി സയാറാത്ത്, ഒരു കാർ കമ്പനിയുടെ മേൽ അറിയിക്കുന്നു, അത് വദഇയ്യത്താണ്, പ്രകൃതിയല്ല, അതേസമയത്ത് അഖ്ലിയ്യത്തും അല്ല. അത് എന്താണ്? ഒരാൾ ഒരു നിശ്ചയിക്കാണ്, ഒരു കമ്പനി നിശ്ചയിക്കാണ്, ഇന്ന സിമ്പൽ നമ്മളുടേതാണ്, അല്ലെങ്കിൽ ടൊയോട്ട എന്ന വാക്ക് ഇത് നമ്മുടെ കമ്പനിയുടേതാണ്. അതുപോലെ സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് എന്തിന്റെ മേൽ അറിയിക്കുന്നു? അല തസ്ബീഹ്, അത് തസ്ബീഹിലാണ് സുബ്ഹാനല്ലാഹ്. ഔ അലൽ ഫത്ഹി അലൽ ഇമാം, അല്ലെങ്കിൽ ഒരു നിസ്കരിക്കുന്നിടത്താണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്ന വാക്ക് എന്തിന്റെ മേൽ അറിയിക്കുന്നു? ഇമാമിന് ഇതാ നിങ്ങൾ ഒരു റക്അത്ത് കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നാൽ ഇന്ന പിഴവുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ ലഫ്ലിയത്താണത്, ലഫ്ലിയത്താണ്, വദഇയ്യത്താണ്. കാരണം അങ്ങനെ പറയണമെന്ന് ശറഅ് നിശ്ചയിച്ചതാണ്. ഇനി ലഫ്ലുക അസ്വംതു മിൻ ഫദ്ലിക്, മിണ്ടാതിരിക്കും, പ്ലീസ് സൈലന്റ് എന്ന് പറയുന്നതിന് അസ്വംതു മിൻ ഫദ്ലിക്, അല്ല സുകൂത്ത്, മൗനം പാലിക്കണമെന്ന് അറിയിക്കുന്നു, ലഫ്ലിയത്താണ്, വദഇയ്യത്താണത്. കാരണം ഒരാൾ നിശ്ചയിക്കാണത്, പ്ലീസ് സൈലന്റ്. ലഫ്ലുക അശീഖ്, ചെക്ക് എന്ന് പറയാണ്. എവിടെ? ഫീ ലോകത്ത് ഷത്റഞ്ച്, ഈ നമ്മുടെ ചെസ് കളിക്കുന്ന സമയത്ത്, അലംതിനായ ഹർക്കത്തിൽ മലിക്, രാജാവിനെ ബ്ലോക്ക് ചെയ്യാണ് എന്ന് അറിയിക്കുന്നു ചെക്ക് എന്നുള്ള വാക്ക്. ഇത് വദഇയ്യത്താണ്. ലഫ്ലു ഉമർ റളിയല്ലാഹു പറഞ്ഞിരുന്നില്ലേ, യാ സാരിയ അൽ ജബൽ, അൽ ജബൽ. ഉമർ റളിയല്ലാഹു മദീനയിലെ മസ്ജിദ് നബവിയിൽ വെച്ച് ഖുതുബയുടെ ഇടയിൽ മിമ്പറിന്റെ മുകളിൽ വെച്ച് സാരിയ റളിയല്ലാഹു നഹാബന്ദിലുള്ളത്. അപ്പൊ വിളിച്ചു പറഞ്ഞു, യാ സാരിയ അൽ ജബൽ, അൽ ജബൽ, പർവ്വതം ശ്രദ്ധിക്കൂന്ന് വിളിച്ചു പറഞ്ഞു. ആ വിളിച്ചു പറഞ്ഞ വാക്ക് അല ഖുദൂമിൽ അദുവി മിൻ വറാഇൽ ജിബാൽ, ജബൽ, പർവ്വതത്തിന്റെ, ജബൽ എന്ന് പറഞ്ഞ പർവ്വതം, വറ എന്ന് പറഞ്ഞ പിന്നിൽ, അദു എന്ന് പറഞ്ഞ ശത്രു, ഖുദൂം എന്ന് പറഞ്ഞ വരിക. അപ്പൊ പർവ്വതത്തിന്റെ പിന്നിൽ നിന്ന് ശത്രു വരുന്നുണ്ട് എന്ന് അറിയിക്കുന്നതാണ് ആ വാക്ക്. അവിടെ വദഇയ്യത്താണത്. ഇനി ത്വബഈയത്ത്, ത്വബഈയത്ത് എന്താണ്? ഇന്ത വുഖൂഇൽ ഖദമി അലൽ മിസ്മാരി അലൽ വജഅ, ഒരു ആണീന്റെ മുകളിൽ എന്ന് പറയുന്ന ആ വാക്ക് അയാൾക്ക് വേദന ഉണ്ട് എന്ന് അറിയിക്കുന്നു. അത് ത്വബഈയത്താണ്, ത്വബഈയത്താണ്. കാരണം അതൊരാൾ നിശ്ചയിച്ചൊന്നുമല്ല, ആണി വെച്ചിട്ട് ഇന്ന് വേദന ഉണ്ടാക്കാൻ നിശ്ചയിച്ചതല്ല, അത് ത്വബഈയായിട്ട് ഉണ്ടാകുന്നതാണ്, പ്രകൃതിയായിട്ട് ഉണ്ടാകുക. ലഫ്ലിക ഉഫ് പറയല്, അല തഅസ്സുഫി വല്ലജിരി, ഒന്നുമില്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, എനിക്കതിൽ പ്രയാസമുണ്ട് എന്ന് അറിയിക്കുന്ന, എനിക്ക് പ്രയാസമുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു വാക്കാണ്. അതെന്താണ്? ത്വബഈയത്താണ്. അതുപോലെ ലഫ്ലുക വാഹൻ അലൽ ഫറഹ്, വാഹൻ, വാഹ് എന്ന് പറയും, വാഹ്, ഓ എന്ന് പറയാറില്ല. ആ വാക്ക് എന്തിന്റെ മേൽ? അലൽ ഫറഹി വ തഅജ്ജുബ്, സന്തോഷാണ്, അല്ലെ അത്ഭുതമാണ് എന്ന് പറയാം. അതേസമയത്ത് ഭയങ്കര ഹറാഫ, എരുണ്ട് എന്നറിയിക്കാം എന്ന് പറയാണ്. ഹ എന്നുള്ള ആ വാക്ക് ലഫ്ലിയത്താണ്, അത് ത്വബഈയത്താണ്. എരുണ്ട് എന്ന് അറിയിക്കാണ് ത്വബഈയത്ത്. ലഫ്ലുക അല്ലാഹ്, അല്ലാഹ്, ഒരു അപകടം പറ്റിയിട്ട് പറയുന്ന അല്ലാഹ് എന്ന് പറയുന്ന ആ വാക്ക് അലൽ ഹാദിസ, എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അവിൽ ആഫ, അല്ലെങ്കിൽ ഒരു ആക്സിഡന്റ്, ഒരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതാണ്, വാചികമാണ്, ത്വബഈയത്ത്. ലഫ്ലുക ആ ഒരു സങ്കടത്തോടെ പറയുന്ന വാക്ക്, ആഹ് എന്ന വാക്ക്, അല ശിദ്ദത്തി ഹുസ്നിക്, ഭയങ്കര സങ്കടമുണ്ട്, അയ്യോ ഹൈറത്തിക്ക്, അല്ലെങ്കിൽ വല്ല പരിഭ്രാന്തി ഉണ്ട്, അല്ലെങ്കിൽ സൗത്തുൽ ജുഷാഇ അല ശബഅ, അല്ലെ ഭയങ്കരമായിട്ട് ഏമ്പക്കിടുക, വയക്കുന്നുണ്ട്, എന്ന് ആമ്പക്കിട, അല ശബഅ, വയറ് നിറഞ്ഞിട്ടുണ്ട് എന്ന് അറിയിക്കുക. അതൊക്കെ ത്വബഈയായിട്ട് ഉണ്ടാകുകയാണ്, വദഇയ്യത്തല്ല. ഇനി അഖ്ലിയ്യത്ത്, ലഫ്ലു കൂ, മീൻ വെക്കുന്ന ആള് വിളിച്ചു പറയാണ്, അല്ല ഹുദൂരി ബാഇ സമക്, മീൻ വെക്കുന്ന ആള് വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം ഈ കൂ എന്നുള്ള വിളി കേൾക്കുമ്പോൾ. ലഫ്ലു ഹലോ, ഹലോ എന്ന് പറയണ എന്ത് മനസ്സിലായി? ഫിൽ ഹാത്തിഫ്, ഫോണിൽ ഹലോ എന്ന് പറയുമ്പോ അല അദമി ഇൻഖിത്വാഇൽ ഈസാൽ, അവിടെ എന്ത് ചെയ്തിട്ടില്ല, കോള് കട്ടായിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോഴാണല്ലോ ഹലോ എന്ന് പറയാം. ഹലോ എന്ന് പറയല് ഫോൺ എടുത്താലാണ് ഹലോ എന്ന്. അപ്പൊ എന്ത് മനസ്സിലായി? കട്ടായതല്ല, കണക്ട് ആയതാണെന്ന് മനസ്സിലായി. അതെന്താണ്? അഖ്ലിയ്യത്താണ്. ലഫ്ലു ഖുറൂജ്, ഔട്ട്, നമ്മള് കമന്റ് കേൾക്കാണ് ക്രിക്കറ്റിന്റെ, ഇപ്പൊ ഔട്ട് എന്ന് എന്ത് കേൾക്കണം? മിൻ റദിയോക്ക്,
റേഡിയോയിൽ നിന്ന് ഔട്ട് കേൾക്കുകയാണ്. അല്ല ഖുറൂജുൽ ലാഇബ്, ആ പ്ലെയർ ഔട്ട് ആയിട്ടുണ്ട്. ഇൻ ക്രിക്കറ്റിൽ നിന്ന് ഔട്ട് ആയിട്ടുണ്ട്. അതെന്താണ്? അഖ്ലിയത്താണ്. അഖ്ലിയത്താണ്. ഇനി തക്ബീർ മിനൽ മനാറ അല ദുഖൂലി ഷഹ്രി ശവ്വാൽ. റമദാൻ 29 അന്ന് മഗ്‌രിബിന് ശേഷം എന്ത് ചെയ്യാണ്? പള്ളിന്റെ മിനാരത്തിൽ നിന്ന്, മൈക്കിൽ നിന്ന് തക്ബീർ കേൾക്കുകയാണ്. അപ്പൊ തക്ബീർ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലായി? മാസം കണ്ടിട്ടുണ്ട്. തക്ബീർ മിനൽ മനാറ, മിനാരത്തിൽ നിന്ന് തക്ബീർ കേൾക്കുക. അല ദുഖൂലി ഷഹ്രി ശവ്വാൽ, ശവ്വാലായിട്ടുണ്ട്. അൽ കലാമുൽ ഗൈറുൽ മുത്തസിൽ അല കദിബിൽ ലാഫിദ്, കണ്ടിന്യൂ ആയിട്ട് സംസാരിക്കുക. അൽ കലാം അൽ ഗൈറുൽ മുത്തസിൽ, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക. ഗൈറുൽ മുത്തസിൽ, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക. അല കദിബിൽ ലാഫിദ്, അയാൾ എന്തോ കളവ് പറയാണ്. ഔ ഹുസ്നിഹി, അല്ലെങ്കിൽ അയാൾ സങ്കടം കൊണ്ട് സമനില തെറ്റിയിരിക്കുകയാണ്. ഔ ഫറഹിഹി, അല്ലെങ്കിൽ അയാൾ സന്തോഷം കൊണ്ട് നിലതെറ്റിയിരിക്കുകയാണ്. ഔ ഗളബിഹി, അല്ലെങ്കിൽ ദേഷ്യം കൊണ്ട് നിലവിട്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ എന്താണ്? അഖ്ലിയത്താണ്. ഇനി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകുന്ന ഇതാണ് നതാറഫു അല അൻവാഇ ദലാലത്തിൽ ഗൈറുൽ ലഫ്ലിയായ ദലാലത്ത്. എന്താണ് ഗൈറുൽ ലഫ്ലിയത്ത്? വാജികല്ലാത്തത്. അത് വദഇയ്യത്തുണ്ട്, തുബഇയ്യത്തുണ്ട്, അഖ്ലിയത്ത്. വദഇയ്യത്ത് എന്തൊക്കെയാണ്? ജറസുൽ മദ്രസ, സ്കൂൾ ബെല്ലടിക്കുക. അല ദുഖൂലിൽ വഖ്ത്, സമയമായിട്ടുണ്ട്. അത് വദഇയ്യത്താണ്, പക്ഷെ ലഫ്ലിയത്തല്ല. അഖ്റബു സായത്തി അലൽ വഖ്ത്, ക്ലോക്കിന്റെ സൂചി സമയത്തിന്റെ മേൽ അറിയിക്കുന്നു. വദഇയ്യത്താണ്. ഇഷാറത്തുൽ മുറൂർ അലസൈരി അവൽ വുഖൂഫ്, നമ്മളെ പിന്നെ ഈ ട്രാഫിക് ഇഷാറത്തുകൾ, ഡിസ്പ്ലേകൾ, അല്ലെങ്കിൽ ട്രാഫിക് ലൈറ്റുകൾ, അത് നിൽക്കാനോ പോകാനോ ഉള്ള സൂചനയാണല്ലോ. പച്ച കത്തിയാൽ പോകണം, ചുവപ്പ് കത്തിയാൽ നിൽക്കണം. അപ്പൊ അത് എന്താണ്? ഗൈറുൽ ലഫ്ലിയത്താണ്, വദഇയ്യത്താണ്. ഇനി റുമൂസ് റിയാദിയാത്ത്, ഈ മാത്സിന്റെ സിമ്പലുകൾ, ഗുണിതത്തിന്റെ സിമ്പല്, അല്ലെങ്കിൽ അതൊക്കെ ഗൈറുൽ ലഫ്ലിയാണ്, വദഇയ്യത്താണ്. അല മദ്ലൂലാത്തിഹ, ഇപ്പൊ ഗുണിതത്തിന്റെ ചിഹ്നം കണ്ടാൽ അത് മൾട്ടിപ്പിൾ ചെയ്യണം, ഗുണിക്കണം, മൈനസ് ചെയ്യണം, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ആശയം. അൽ ലൗഹാത്തു ഫി തുർഖി അലൽ മസാഫാത്ത്, അല്ലെങ്കിൽ വഴിയിലുള്ള ബോർഡില്ലേ, ഇതാ കോഴിക്കോട് 45 കിലോമീറ്റർ, അപ്പൊ ഇവിടുന്ന് അവിടത്തേക്കുള്ള കിലോമീറ്റർ ഇത്രയുണ്ട്. അല്ലെങ്കിൽ ഊട്ടി 165 കിലോമീറ്റർ. അപ്പൊ എന്ത് മനസ്സിലായി? അത് വദഇയ്യത്താണ്, വദഇയ്യത്തായ ദലാലത്താണ്, ഗൈറുൽ ലഫ്ലിയത്താണ്. ഇനി ഗൈറുൽ ലഫ്ലിയത്തായ തുബഇയ്യത്താണ് പറഞ്ഞത്. അൽ ഐനുൽ ഹംറാ അലൽ ഗളബി അബിർ റമദ്, ചുവന്ന കണ്ണ്, ഒന്നുകിൽ കണ്ണിയൊപ്പുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്. ഇൻസിബ, അതെന്താണ്? തുബഇയാണ്. ഇനി ഇൻസിബാബുൽ അറഖ്, ഒരാൾക്ക് വല്ലാതെ വേർക്കുന്നു. അലൽ അമലി ഷാഖ്, അയാൾ വല്ലാതെ നന്നായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കാം. അത്തമായുലു യമീനം വശിമാലൻ അല തലത്തുൽ ബിൽ ഗിനായി, ഒരാൾ എയർഫോൺ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? തമായുൽ, ഇങ്ങനെ ആടുകയാണ്. യമീനം വശിമാലൻ, വലത്തോട്ടും ഇടത്തോട്ടും. അല തലത്തുൽ ബിൽ ഗിനാൽ, പാട്ട് കേട്ട് ആസ്വദിക്കുകയാണെന്ന് മനസ്സിലാക്കും. അത് തുബഇയാണ്. അസൈറു സരിയ, ഒരാൾ വേഗം നടക്കുന്നു, സൈർ നടത്തും, സരി വേഗം. അലൽ ഹാജത്തിൽ മസൈർ, എന്തോ ഒരു അത്യാവശ്യം ഉണ്ട് എന്ന് മനസ്സിലാക്കും. ഇൻഖിതാഉ തനഫുസ്, ഒരാളുടെ ശ്വാസം നിലച്ചു, അയാൾ മരിച്ചിട്ടുണ്ട്. അലൽ മൗത്ത്, അയാൾ ഡെഡ് ആണെന്ന് അറിയിക്കുന്നു. തുബഅയാണ്. ഇനി അഖ്ലിയത്ത്, ബുദ്ധിപരമായ. അൽ മിഹ്റാബ് കണ്ട എന്ത് മനസ്സിലായി? ഇതാ ഖിബില ഇങ്ങോട്ടാണെന്ന് മനസ്സിലായി. അല ജിഹത്തിൽ ഖിബില, ഖിബിലയുടെ ജിഹത്ത് മനസ്സിലാവും. അത് അഖ്ലിയത്താണ്. അൽ ഗൈം, കാർമേഘം കണ്ട എന്ന് മനസ്സിലായി. അലൽ മത്തർ, മഴ വരാൻ പോകുന്നുണ്ട്. സിയാറത്തുൽ വസീർ, മന്ത്രിയുടെ നമ്പറിട്ട കാറ് കാണുമ്പോൾ എന്ത് മനസ്സിലായി? അല ഹുദൂരിൽ വസീർ, മന്ത്രി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവും. അഖ്ലിയത്താണ്. അജായിബുൽ മഖ്ലൂഖാത്ത്, ഈ പടപ്പുകൾ ഓരോന്ന് കാണുമ്പോഴുള്ള പടപ്പുകളിലെ അത്ഭുതങ്ങൾ, ഇത് കാണുമ്പോൾ എന്ത് മനസ്സിലായി? അല സ്വാനീഹ, ഒരു പടച്ചോൻ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അത് അഖ്ലിയത്താണ്. അദ്ദുഖാനു അലന്നാർ, പുക കണ്ട എന്ത് മനസ്സിലായി? ഇവിടെ തീ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാവും. ഇനി നതഅറഫു അല അൻവാഇ ദലാലത്തിൽ ലഫ്ലിയ അൽ വദഇയ്യ, വദഇയ്യത്തായ ലഫ്ലിയത്തായ ദലാലത്ത്. അൽ ഖുർആൻ, ഇസ്തറൈത്തുൽ ഖുർആൻ, ഫീ ഇസ്തറൈത്തുൽ ഖുർആൻ. ഇസ്തറൈത്തുൽ ഖുർആൻ എന്നതിലെ ഖുർആൻ എന്ന വാക്ക് മുതാബഖയാണ്. അതേ സമയത്ത് ബഅദുൽ ഖുർആൻ ഫീ ഖറഅത്തുൽ ഖുർആൻ, ഞാൻ ഖുർആൻ ഓതി എന്നാ പറയുന്നത്. രാവിലെ സുബഹിസ്കരിച്ചിട്ട് 20 മിനിറ്റ് ഖുർആൻ ഓതണം. ഞാൻ ഇന്ന് ഖുർആൻ ഓതി എന്ന് പറയണത്. അപ്പൊ എന്ത് മനസ്സിലായി? ഖുർആൻ ആദ്യാവസാനം എന്നാണോ? അല്ല, ഖുർആന്റെ ഒരു ഭാഗം ഓതി എന്നാണ് അവിടെ മനസ്സിലാകുന്നത്. അപ്പൊ അതിന് തൊളമ്മുൻ എന്ന് പറയും. ഖുർആൻ വാങ്ങി എന്ന് പറയുമ്പോൾ ഖുർആന്റെ ഒരു പാർട്ട് വാങ്ങി എന്ന് അല്ല, മുഴുവൻ വാങ്ങി. അപ്പോ അവിടെ മുതാബഖയാണ്, ഇവിടെ തളമ്മുനാണ്. ഇനി മൂന്നാമത്തെ ഇൽത്തിസാം, സൗത്തുൽ ഖുർആൻ
ഖുർആൻ കേട്ടു എന്നാ പറയുന്നത്. ഫി സമീത്തുൽ ഖുർആൻ, ഖുർആൻ കേട്ടു എന്നാ പറയുന്നത്. അപ്പൊ എന്താണ്, ഖുർആൻ ആണോ? അല്ല, ഖുർആനിന്റെ പുറത്തുള്ളതാണ് ആ ശബ്ദം, മറ്റൊരാളുടെ ശബ്ദമാണ്, ആ ശബ്ദമാണ് കേൾക്കുന്നത്. അപ്പൊ അതിന് ഖുർആൻ കേട്ടു എന്നാ പറയാം. അപ്പൊ ഇൽത്തിസാമാണ് അവിടെ ഖുർആൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മൂന്നിടത്ത്, ഒന്ന് ഒരു വാക്കിന് മുതാബിഖിയായ ദലാലത്തുണ്ട്, തളമ്മുനിയായ ദലാലത്തുണ്ട്, ഇൽത്തിസാമിയായ ദലാലത്തുണ്ട്. ഇനി ബാക്കിയുള്ളതൊക്കെ ഇരുന്ന് മനസ്സിലാക്കാം. അസ്വലാ, നിസ്കാരം. ഫി അദ്ദൈത്തു സ്വല, ഞാൻ നിസ്കാരം നിർവഹിച്ചു എന്ന് പറയുമ്പോൾ നിസ്കാരം പൂർണ്ണാർത്ഥാണ്, മുതാബിഖിയാണ്. സുജൂദ് ഫി ലാ അഖ്തദിറു അല സ്വലാത്തി കമാ ഖബൽ, പണ്ടത്തെ പോലെ നിസ്കരിക്കാൻ പറ്റുന്നില്ല എന്ന് ഒരാൾ പറയുന്നത്. എന്താ ഉദ്ദേശിക്കുന്നത്? നെറ്റി വെച്ച് സുജൂദ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാ ഉദ്ദേശിക്കുന്നത്. അവിടെ എന്ത് ചെയ്തു? ഉദ്ദേശിച്ചത് സ്വലാത്ത് എന്നാണ് പറഞ്ഞത്, ഉദ്ദേശിച്ച സുജൂദാണ്. അപ്പോ തളമ്മുനിയായ മാനയാണ്, ഒരു ഭാഗമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരാൾ പറയാണ് വുളു ഫി ദനൗതു മിൻ ഇനാഇൽ മാഇ ലിസ്വലാ, ഞാന് നിസ്കരിക്കാൻ വേണ്ടി വെള്ളത്തിന്റെ അടുത്ത് പോയി എന്നാ പറയുന്നത്. അവിടെ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ വുളു ചെയ്യുന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഉദ്ദേശിക്കുന്നത് വെള്ളമല്ല ഉദ്ദേശിച്ചത്, വെള്ളത്തിന്റെ ഒരു അനുബന്ധമായനെയാണ് വുളു ചെയ്യാൻ പോയി എന്നാ പറയുന്നത്. അപ്പൊ ഇൽത്തിസാമിയാണ്. അസ്വാബിയ, വിരലുകൾ എന്ന വാക്ക്. ഫി അമറൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാഖിൽ അസ്വാബിയ, നബി തങ്ങൾ വിരലുകൾ ഭക്ഷണശേഷം ഊമ്പാൻ പറഞ്ഞു എന്ന് പറയാണ്. അവിടെ വിരലുകൾ ഊമ്പുക എന്ന് പറഞ്ഞാൽ എന്താണ്? വിരലുകൾ പൂർണ്ണമായിട്ടാണ്, വിരലുകൾ അവിടെ മുത്താബിഖിയാണ്. അൽ അനാമിൽ, വിരൽക്കൊടികൾ. ഫി യജാലൂന അസ്വാബിയഹും ഫി ആദാനിഹിം, അവരുടെ ചെവികളിൽ വിരലുകൾ ഇട്ടു എന്നാ പറയുന്നത്. ചെവിയിൽ വിരൽ തീർത്തു പോവോ? ഇല്ല. അപ്പൊ അനാമിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് തളമ്മുനിയാണ്, മുഴുവനില്ല, ജുസ് ആണ്. ഇപ്പൊ തളമ്മുനിയാണ്. തഹ്ത തസറുഫില്ല, തഹ്ത തസറുഫില്ല, അള്ളാഹുവിന്റെ ക്രയവിക്രയാണെന്ന് പറയുന്നു. ഫി അസ്വാബിയുർ റഹ്മാൻ എന്നാണ് വാക്ക്. അപ്പോ അസ്വാബിയുർ റഹ്മാൻ എന്ന വാക്ക് പറയുന്നു. അവിടെ അത് അള്ളാഹിന്റെ വിരലനുസരിച്ചാണ് എന്ന വാക്ക്. അസ്വാബിയുർ റഹ്മാൻ എന്ന വാക്ക് എന്ത് ഉദ്ദേശിക്കുന്നു? അള്ളാഹുവിന്റെ കൈകാര്യമാണ്, കൈകാര്യകർത്തൃത്വമാണ് എന്ന് പറയുന്നു. അപ്പൊ ഇൽത്തിസാമിയാണ്. അസ്സനാഉ ബിൽ ലിസാനി അലൽ ജമീലിൽ ഇഖ്തിയാരി, നാവ് കൊണ്ട് നല്ല കാര്യത്തെ പുകഴ്ത്തുക. ഫി മഅനൽ ഹംദ്, ഹംദിന് എന്ത് പറയാ? നല്ല കാര്യം പുകഴ്ത്തി പറയുന്നതിന് പറയാം. അപ്പൊ മുതാബിഖിയാണ്. അസ്സനാഉ ബിൽ ലിസാനി അലൽ ഇഖ്തിയാരി, ഒരു സ്വയം ചെയ്ത ഒരു കാര്യത്തിന് എന്ത് ചെയ്യുന്നു? പുകഴ്ത്തി പറയുന്നു. അതിന് എന്ത് തളമ്മുനാണ്. കാരണം അത് പൂർണ്ണമായിട്ട് എന്തല്ല, മദ്ഹല്ല, അല്ല പൂർണ്ണമായിട്ട് ഹംദല്ല, മദ്ഹിനെ കുറിച്ചാണ് പറയുന്നത്. മദ്ഹ് എന്ന ആശയത്തിലാണ് പറയുന്നത്. അല്ലാഹു ലക്കും ഫി അഹ്മദുഹു ഇലൈക്കും വസലൽ ഇഹ്ലീൽ, അവിടെ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ആശയം? ഇൽത്തിസാമിയാണ്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓരോന്നും നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇത്രയും ഭാഗം മനസ്സിലാക്കുമ്പോൾ തന്നെ ബാക്കി ചെയ്യാൻ പറ്റുന്നതാണ്. സമയം ദൈർഘ്യമാകുന്നത് കൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇവിടെ ലാസ്റ്റ് പറഞ്ഞതിൽ ചിലർക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അതൊന്ന് പറയാം. അഹ്മദുഹു ഇലൈക്കും വസലൽ ഇഹ്ലീൽ, ഈ ഇഹ്ലീൽ കഴുകുക, അത് ഞാൻ സ്തുതിക്കുന്നു എന്നാണ് വാക്ക്. പക്ഷെ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ്, ഞാൻ തൃപ്തിപ്പെടുന്നു എന്നാണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇൽത്തിസാമിയായ മായനയാണ് അവിടെ ഉദ്ദേശിച്ചത്. ഹദീസാണത്. ഞാന് കുറച്ച് ദൈർഘ്യമായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിന് നേരെ അനുയോജ്യമായത് എടുത്ത് ദലാലത്തുൽ ലഫ്ലിയ, ദലാലത്തുൽ ഗൈറുൽ ലഫ്ലിയ ചേർത്ത് കൊടുക്കുക. അനുയോജ്യമായതിന് എടുത്തിട്ട് ഇത്തുലാഖ്, ഷൂട്ട് എന്ന് പറയുമ്പോൾ അത് ദലാലത്തുൽ ലഫ്ലിയത്താണ്. അൽ ഫാത്തിഹ ദലാലത്തുൽ ലഫ്ലിയത്താണ്. ലൗഹത്തുൽ ഇഅ്ലാമി അലൽ ബർനാമിജ്, ഒരു പ്രോഗ്രാം നോട്ടീസ്, അത് ദലാലത്തുൽ ഗൈറുൽ ലഫ്ലിയത്താണ്. സയ്യാറത്തുൽ ഇത്ഫാഇൽ ഹരീഖി അലൽ ആഫ, ഒരു ഫയർഫോഴ്സ് വണ്ടി കാണുമ്പോൾ എന്ത് മനസ്സിലാകുന്നു? അത് ഗൈറുൽ ലഫ്ലിയത്താണ്. സവ്വജതുക ബിന്തി അല അന്നൽ ഖായില വലിയുൻ, എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു എന്ന് പറയുന്നത് ദലാലത്തുൽ ലഫ്ലിയത്താണ്. റിയാബുൽ ഇഷാറാത്തി അല അദ്മി തഗ്തിയ, ഈ റേഞ്ചിന്റെ അടയാളം അത് കട്ടാകുന്നത് റേഞ്ച് കവറേജ് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്, അത് ഗൈറുൽ ലഫ്ലിയത്താണ്. അപ്പൊ അതിവിടെ ചേർത്ത് കൊടുക്കുക. ഇനി കുറച്ച് വലീയത്തിന്റെ കുറച്ച് ഉദാഹരണം, തുബഈയത്തിന്റെ കുറച്ച് ഉദാഹരണം, അഖ്ലിയത്തിന്റെ കുറച്ച് ഉദാഹരണം ഈ താഴെ കൊടുത്തതിൽ നിന്ന് കണ്ടെത്തുക. തസ്ഫീഖ്, ക്ലാപ്പ്, കൈമുട്ടുക, അഖ്ദിം എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക, കമോൺ. അൽ ഖിറാഅത്തു ബി നഗ്മത്തിൻ ഹാദിയത്തിൻ അൽ ഇന്തിഹാഇഹ, ഓത്ത് എന്ത് ചെയ്യുക? കുറച്ചു സ്ലോ ആകുന്നുണ്ടല്ലോ, അത് നിർത്തുകയാണെന്ന് അറിയിക്കുക.
അൽ അദാനു ഫി വൈരി വഖത്തിഹി അല ആഫത്തിൻ, അസമയത്തുള്ള ബാങ്ക് അപകടത്തിന്റെ മേലെ അറിയിക്കുക. ഹഹാഹ എന്ന് ചിരിക്കുന്നത് ഭയങ്കര സന്തോഷമുണ്ട് എന്ന് അറിയിക്കുക. വാഹിദ് ഇസ്ന സലാസ 1 2 3 എണ്ണുന്നത് അല ബിലാദുൽ മുസാബിഖ, എന്ത് ചെയ്യാണ് 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുന്ന ആ എണ്ണം കളി സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് അറിയിക്കുക. അല്ലജ്ജത്തു വല്ലൗലാഉ ഫിൽ മൽഅബി അല മുബാറാത്തിൻ ബൈനൽ ഫരീഖൈൻ, ഭയങ്കര ആർപ്പ് വിളി കേൾക്കുന്ന ഒരു ഗ്രൗണ്ടിൽ നിന്ന് അവിടെ മത്സരം നടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. ഒരാൾ ഈ അല സഖീരിൻ നായിം, കൂർക്കം വലിക്കുന്നു എന്ന് അറിയിക്കുക. ഓ എന്ന് പറയാ, അയാള് ഒതു എടുത്തിട്ട് ഗർഗർ ആക്കുന്നുണ്ട്, വെള്ളം വായിലിട്ടിട്ട് ഗർഗർ ആക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. തക്ബീറുൽ ഹസ്ദി അല ഗഫീർ അല ഖുദൂമിൽ അമീർ, ഒരു വലിയ നേതാവ് വരുമ്പോഴുള്ള ഒരു വലിയ സംഘത്തിന്റെ തക്ബീർ, ഒരു വലിയ നേതാവ് വരുന്നുണ്ട് എന്ന് അറിയിക്കുക. അസ്വലാത്തു ജാമിയ എന്ന് തറാവി നിസ്കാരത്തിന്റെയോ അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിന്റെയോ തുടക്കത്തിൽ പറയുക. വാ ഗൗസ അലൽ ഇസ്തിഗാസത്തിൽ മുസാബ്, വാ ഗൗസ എന്ന് പറയുന്ന ഒരു സഹായം തേടലാണ്. അപ്പൊ ഒരു സഹായം, ഒരു അപകടം പറ്റിയ ഒരാൾ സഹായം തേടുന്നു എന്ന് അറിയിക്കുക. അപ്പൊ അതിൽ നിന്ന് ഇതിലേക്ക് എന്ത് ചെയ്യുക, അനുയോജ്യമായതിലേക്ക് ചേർത്തി കൊടുക്കുക. തസ്രീഉൽ മന്തിഖ് നുഅദ്ദു ജദാവിൽ ലിഅംസിലത്തി ദലാലത്തിൽ ഗൈറിൽ ലഫ്ലിയത്തിൽ ആതിയത്തി കമാ ഫിൻ നുമൂദജ് അനംലൗഹാ ബിൽ മിസാലിൽ മുനാസിബ്. ഒരു പട്ടിക തയ്യാറാക്കുക, ഗൈറുൽ ലഫ്ലിയത്തിന് ഒരു പട്ടിക തയ്യാറാക്കുക. ഗൈറുൽ ലഫ്ലിയത്തിലെ വളിയത്ത്, തുബഇയ്യത്ത്, അഖ്ലിയത്ത് കൊണ്ടുവരിക. അതിൽ കൊടുത്താൽ മതി. എന്താണ്, ഒരു ബെല്ലടിച്ചാൽ ബസ് നിൽക്കുക, അതുപോലെ വീട് പൂട്ടിയത് കണ്ടാൽ ആൾക്കാർ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ ഈ മത്സരത്തില് എന്ത് ചെയ്തിരിക്കുന്നു, 0 ഇട്ടിരിക്കുന്നു, അപ്പൊ ഇനി നിങ്ങൾക്ക് മത്സരിക്കാൻ ചാൻസ് ഇല്ല. പിന്നെ അറൈവ്ഡ് എന്ന മെസ്സേജ് കാണുന്നു എയർപോർട്ടിൽ, അപ്പൊ വിമാനം എത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. റഫുൽ ഏതി ഫുജയത്തെ ഇന്ത ലംസിൽ ഹാരി അല, ഇസ്തിരിപ്പെട്ടിന്റെ മുകളിൽ കൈ തൊട്ടപ്പോ പെട്ടെന്ന് കൈവലിച്ചാൽ അവിടെ ചൂടുണ്ട് എന്ന് മനസ്സിലാക്കുക. സുറാദിഖ് ഖാസ അമാമൽ ബൈത്തി അല ഹഫ്ലത്തി സിവാജ് ഫീ, കല്യാണത്തിന്റെ നമ്മളെ പന്തല് കാണുമ്പോ കല്യാണം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. സിഹാമുൻ നാസിഫി വസ്തുശാരി, ഒരു റോഡിന്റെ നടുവിൽ ജനങ്ങൾ കൂടി നിൽക്കുമ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അൽ ഇഷാറത്തുൽ ഖാസത്തു ബിൽ യദി അല ലഫ്രി ബിൽ ഹദഫി ഫി ഖുറത്തിൽ ഖദം, ഒരു വോളിബോളുകാരൻ അല്ലെങ്കിൽ ഫുട്ബോളുകാരൻ ഒരു ഗോൾ അടിച്ച് കാണിക്കുന്നത് പോലെ കൈ ഉയർത്തിയിട്ട് കാണിക്കുന്ന ആ പ്രത്യേക ആക്ഷൻ അയാൾ ജയിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നതാണ്. വുഖൂഫ് ദർബാത്തിൽ ഖൽബി വസുക്കൂനുഹു അല മൗത്തി സാഹിബിഹി, ഹൃദയത്തിന്റെ മിടിപ്പ് നിന്നുപോയാൽ മരണത്തിന്റെ മേൽ മനസ്സിലാക്കുക. അത്തസാവുബു അല നുആസ്, ആവി ഇടുമ്പോ കോട്ടുവായിടുമ്പോ ഉറക്കം വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ശിദ്ദത്തുൽ അത്ഷി വസുദാവു അല സിയാദത്തി നിസ്ബത്തി സുക്രി ഫിന്നദം ഫിദ്ദമി, രക്തത്തിൽ ബ്ലഡ് ഷുഗറിന്റെ ഇത് കൂടിയിട്ടുണ്ട് എന്ന് എന്ത് മനസ്സിലാക്കുക, ഭയങ്കര ദാഹവും പെട്ടെന്ന് തലവേദനയൊക്കെ ഉണ്ടാകുന്നത് ഷുഗർ കൂടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അല്ലിവാഉൽ അസ്വദു അല മൗത്തി അലീമിൻ, പ്രധാനപ്പെട്ട ആരോ മരിച്ചിട്ടുണ്ട് എന്ന് കരിങ്കൊടി കാണുമ്പോൾ മനസ്സിലാക്കുക. ഇത്തരം ദലാലത്ത് ഏതാണ് എന്ന് ഇവിടെ ചേർത്ത് കൊടുക്കുക. ഗൈറുൽ ലഫ്ലിയത്തായ വളയ്യത്തു തുബയ്യത്ത് അഖ്ലിയത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നുമയ്യിസുൽ മുതാബിഖിയ്യ വത്തളമ്മുനിയ്യ വൽഇൽതിസാമിയ്യ ഫില്ലാത്തിയ, ശേഷം കൊടുത്തതിൽ ഇതിൽ മുതാബിഖിയാണോ തളമ്മുനിയാണോ ഇൽതിസാമിയാണോ എന്നുള്ള 10 എണ്ണം, 1 2 3 4 5 6 7 8 9 10 11 12. ഇനി ഈ ചോദ്യോത്തരവും കൂടെ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഈ ഭാഗം അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു. വളരെ എളുപ്പം, നിങ്ങൾക്ക് ഈ കിതാബ് മുമ്പിൽ വെച്ചാണ് ഇത് ചെയ്യാൻ നല്ലത്. ചോദ്യോത്തരത്തിലേക്ക് കടക്കാൻ തോന്നുന്നു, കുറച്ച് ദീർഘിച്ചു പോയി. ദലാലത്ത്, അതിന്റെ ദലാലത്ത് ഏതൊക്കെയാണ്? ലഫ്ലിയത്ത്, ഗൈറുൽ ലഫ്ലിയത്ത്. എന്റെ തുടക്കത്തിലേക്ക് വേണമെങ്കിൽ ഒന്ന് പോകാം. ദലാലത്ത് ലഫ്ലിയത്ത്, ഗൈറുൽ ലഫ്ലിയത്ത് 2 വിധമുണ്ട്. ദലാലത്ത് ലഫ്ലിയത്ത്, ഗൈറുൽ ലഫ്ലിയത്ത്. ഇനി ഏതാണ്? ഇലാമ തൻഖസിമുൽ ലഫ്ലിയത്തു ഗൈറുൽ ലഫ്ലിയത്ത്. ലഫ്ലിയത്തു ഗൈറുൽ ലഫ്ലിയത്ത് ഏതിലേക്കൊക്കെ ഉണ്ടാകാം? വളഇയ്യത്ത്, തുബഇയ്യത്ത്, അഖ്ലിയത്ത് രണ്ടും. നഅതി ബി സലാസത്തി അംസലത്തിൻ ലിയാത്തിയ, ശേഷം വരുന്നതിന് 3 ഉദാഹരണം പറയാം. നഅതി കൊണ്ടുവരിക, ബി സലാസത്തി അംസലത്തി 3 ഉദാഹരണം, ലിലാത്തിയ ഈ 4 ചോദ്യത്തിനും 3 ഉദാഹരണം കൊണ്ടുവരും. അദ്ദലാലത്തുൽ ലഫ്ലിയ ഗൈറുൽ ലഫ്ലിയ, ലഫ്ലിയത്തു ഗൈറുൽ ലഫ്ലിയത്തിന് 3 ഉദാഹരണം. പിന്നെ വളഇയ്യത്ത്, തുബഇയ്യത്ത്, അഖ്ലിയത്ത് മിനൽ ലഫ്ലിയ, ലഫ്ലിയത്തിന്റെ വളഇയ്യത്ത്, തുബഇയ്യത്ത്, അഖ്ലിയത്ത് എല്ലാം മേലെ ഉണ്ടല്ലോ. വളഇയ്യത്ത്, തുബഇയ്യത്ത്, അഖ്ലിയത്ത് ഗൈറുൽ ലഫ്ലിയത്തിന്റെ,
ഒരു ലഫ്ലിയത്തിന്റെ 3 മുതാബക്കത്ത്, തളമ്മുന്, ഇൽത്തിസാം. അതിനും എന്ത് ചെയ്യാം? ഓരോ ഉദാഹരണം കൊണ്ടുവരും. എല്ലാം നേരത്തെ തൊട്ടു മുമ്പ് പറഞ്ഞതാണല്ലോ. ഇൻഷാ അല്ലാഹ് ഇത് കഴിഞ്ഞാൽ നമ്മളെ വിഷയം ദലാലത്ത് ഇവിടെ അവസാനിച്ചു. വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നതാണ്. അതൊന്ന് പരിചയമാകാൻ കുറച്ചധികം ഉദാഹരണങ്ങൾ കൊണ്ടുവന്നു എന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പം മനസ്സിലാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീഖ് നൽകുമാറാകട്ടെ.